സ്വർണ്ണവില ഇങ്ങനെ കൂടുകയാണ്. വീണ്ടും റെക്കോർഡിലാണ് വില. ഗ്രാമിന് 30 രൂപ ഇന്ന് കൂടി 6565 രൂപയിലേക്ക് എത്തി. പവന് വില 52,520 രൂപയാണ്. അന്താരാഷ്ട്ര വിപണിയിലും വില വർദ്ധിക്കുകയാണ്. അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ, അദ്ദേഹം ട്രഷറാണ്, AKGSMA ട്രഷറാണ്. ശ്രീ അബ്ദുൽ നാസർ, ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. പലരെയും സംബന്ധിച്ച്, നിക്ഷേപമല്ലാതെ കാണുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ ഉള്ളിൽ തീ കോരിയിടുന്ന തരത്തിലാണ് ഈ സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിക്ഷേപം എന്ന ആംഗിളിലല്ലാതെ സാധാരണക്കാരന് എത്രത്തോളം പണിപ്പെടേണ്ടി വരും അല്പം പൊന്നു വാങ്ങാൻ? സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്നറിയാതെ പോലും ഇപ്പോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രഡിക്ഷൻസുകളും, എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് സ്വർണ്ണവില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക രംഗത്തും ഭൗമരാഷ്ട്രീയ രംഗത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളെയും പ്രവചനങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള സ്വർണ്ണ വിലക്കയറ്റമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ $1980 നിന്നും $2353 എത്തിയിരിക്കുന്നു. ഏതാണ്ട് $400 വർദ്ധിച്ചിരിക്കുന്നത്. ഇതിന് സമാനതകളില്ലാത്ത ഒരു വർധനവാണ് അന്താരാഷ്ട്ര തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. എങ്കിലും സ്വർണം വാങ്ങുന്നതിൽ ആളുകൾ കുറച്ചിട്ടില്ല. സ്വർണം വാങ്ങുന്നത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിയവർ ഇപ്പോഴും 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാൽ അന്ന് 20 പവൻ സ്വർണം കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് 17 പവൻ സ്വർണം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കുറവ് മാത്രമാണ് സ്വർണ്ണവിലയിൽ ഈ തൂക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ കേരള വിപണിയെ ബാധിക്കും എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ വില എത്രത്തോളം കൂടി വരും, അങ്ങനെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വർണ്ണവില വലിയ നിക്ഷേപമായി കാണുന്നു. മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച്, സാമ്പത്തിക സാഹചര്യത്തിനൊക്കെ അനുസരിച്ചാണല്ലോ ഈ സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ പ്രകടമാകുക. ഇത് എതുവരെ പോകും, എവിടെ വരെ എത്തും, എവിടെ ചെന്ന് നിൽക്കും? അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നഷ്ടമായി പോകുമോ, ലാഭമായി പോകുമോ? അക്കാര്യത്തിൽ നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 18% വർധനവാണ് ഇപ്പോൾ സ്വർണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 5590 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്ന് 6565 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 1000 രൂപയ്ക്കടുത്താണ് 1 ഗ്രാമിൽ തന്നെ വ്യത്യാസം വന്നിരിക്കുന്നത്. 10,000 രൂപയ്ക്കടുത്ത് സ്വർണ്ണവില ഒരു പവനിൽ തന്നെ വ്യത്യാസം വന്നു. 18% ലാഭമാണ്. സ്വർണമായിട്ട് വാങ്ങിച്ചാലും ശരി, അത് ഇൻവെസ്റ്റ്മെന്റായി സ്വീകരിച്ചവർക്കും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. ഇത് ഈ അന്താരാഷ്ട്ര സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ സ്വർണ്ണവില $2,400 കടന്ന് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. $2,500 വരെ ഈ വർഷത്തിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ $2,500 പോകുന്നു എന്നുള്ള ഒരു സംശയമാണ് വിപണി ഇപ്പോൾ പ്രകടമാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വർണം വാങ്ങാം, ഈ വില കൂടുകയാണല്ലോ. നിക്ഷേപം നിലയിൽ മറ്റ് പലിശകളുമായൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ അതിനേക്കാൾ ഗുണം കിട്ടും എന്ന നിലയിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന അഡ്വൈസ് എന്താണ്? എങ്ങനെ വേണം ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ? അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണം കുറച്ച് വാങ്ങേണ്ട ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ വാങ്ങണോ അതോ കാത്തിരുന്ന് വാങ്ങണോ? അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വേണമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് വിലയിൽ ഏതൊരു ചെറിയ താഴ്ച വന്നാലും ശരി, ആളുകൾ വാങ്ങുന്ന ഒരു പ്രവണതയാണ് നിലനിൽക്കുന്നത്. അത് ലോകമെമ്പാടും സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് വില വർധനവിന് കാരണം. സാങ്കേതികമായി നേരത്തെ പല ഘട്ടങ്ങളിലും സാങ്കേതികമായി $100-200 വർദ്ധിക്കുമ്പോൾ $50, $100 കുറയാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാങ്കേതിക തിരുത്തൽ ഒരു ദിവസം ഇന്നലെ ശനിയാഴ്ച ഇത് ക്ലോസ് ചെയ്യുമ്പോൾ $2,033 എത്തിയതാണ്. $2,003 വരെ പോവുകയും ചെയ്തിട്ടുണ്ട്. ആ $2,303 നിന്നാണ് ഇന്ന് രാവിലെ റഷ്യയിലെ ന്യൂക്ലിയർ ടാങ്ക് അറ്റാക്ക് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ $2,353 എത്തിയത്. അപ്പോൾ ചെറിയ ഡിപ്പ് വന്നപ്പോൾ പോലും അത് ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാതെ തന്നെയാണ്
വില വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ സാങ്കേതികമായ ഒരു തിരുത്തൽ വന്നാൽ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ആ വാങ്ങിക്കുന്നത് കൊണ്ട് ഷോർട്ട് കവറിങ് കൂടുതലായി വരുന്നത് കൊണ്ട് സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അടിസ്ഥാനപരമായി സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സാങ്കേതികമായ തിരുത്തൽ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് ഏത് ഡിപ്പ് കിട്ടിയാലും ശരി ആൾക്കാർ വാങ്ങുന്നു. ആ വാങ്ങുന്ന വിലയിൽ ലാഭം എടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കുറവ് വരണമെങ്കിൽ വലിയ തോതിൽ ഈ സ്വർണത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തവർ ഒരു $2,400 അത് വിറ്റഴിച്ച് ലാഭം എടുത്തെങ്കിൽ മാത്രമേ വലിയ തോതിൽ ഒരു ഡിപ്പ് വരാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇത് $2,500 പോകുമെന്നുള്ള പ്രവചനങ്ങളും സൂചനകളും തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് വിലയിലും സ്വർണം വാങ്ങുന്നു എന്നുള്ളത്. സാധാരണ നമ്മൾ പോയി സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് പോലെയല്ലല്ലോ ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. അവർ ഈ മാർക്കറ്റിന്റെ വില അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് വെർച്വലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. വില കൂടുന്നതിനനുസരിച്ച് അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു. എപ്പോഴെങ്കിലും വില കുറഞ്ഞേക്കാം എന്നൊരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് വിട്ടഴിക്കുന്ന ഒരു സ്ഥിതി ആയിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ അങ്ങ് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ $2,400 എത്തുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കൂടി ഈ സ്വർണം വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വില പെട്ടെന്നൊന്ന് കുറയാനും പിന്നീട് കൂടുന്നതിന് മുമ്പ് ഒന്ന് കുറയാനുമുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ $400 വർദ്ധിക്കുക എന്നുള്ളത് സമാനതകളില്ലാത്തൊരു വർധനം. ഏത് വർധനവിലും ഒരു ചെറിയൊരു സാച്ചുറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ഇതിനു മുമ്പെല്ലാം നടന്നിട്ടുള്ളത്. $200-250 വർദ്ധിപ്പിക്കുമ്പോൾ ഒരു $100-150 കുറയാറുള്ള സാധ്യതകളുണ്ട്. ഇത്തവണയും $2,400 സ്വർണ്ണവില ഒരു $100 കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് വിപണിക്കുള്ളത്. ആ ഒരു പ്രതീക്ഷയിലാണ് വിപണി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കുറയുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുമ്പോൾ വീണ്ടും വാങ്ങുന്നു എന്നുള്ളതാണ് വില വർധന. ഒരു ഡിപ്പ് കിട്ടിയാൽ പോലും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വില വർധനവ് കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഡിപ്പിലും വില വാങ്ങാൻ കൂടുതൽ ആളുണ്ടാകും എന്നുള്ളത് കൊണ്ട് $100 ഒരു താഴ്ച വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് വിപണി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇത് 2,400 കടന്ന് മുന്നോട്ട് പോയാൽ $2,500 എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വർണ്ണവില 7,000 രൂപ ഗ്രാമിൽ കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് വിപണിയിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു ചുരുക്കത്തിൽ ഒരു വ്യക്തതയില്ലാത്ത സ്ഥിതിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചും. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്കാണ്. ഗ്രാമിന് നിന്ന് 30 രൂപ കൂടി 6,565 രൂപയിലേക്ക് എത്തി. പവന് വില 52,520 രൂപയിലെത്തി. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുന്നു എന്നാണ് ഓരോ ദിവസവും ട്രെൻഡ്. അഡ്വക്കേറ്റ് എസ്. അബ്ദുൽ നാസറാണ് വിദഗ്ധമായി ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്.